കേരളത്തിലെ ചില മാധ്യമങ്ങളും ചില പാർട്ടികളുമെല്ലാം വലിയ രീതിയിലുള്ള ആവേശ പ്രചരണം ഇലക്ഷൻ കഴിഞ്ഞ ആ നിമിഷം മുതൽ ആരംഭിക്കുകയുണ്ടായി. അതിന് അവർ പറഞ്ഞ കാര്യം വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വർധനവ് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തെളിവായിട്ട് പറഞ്ഞുകൊണ്ടാണ് 100+ലേക്ക് UDF ഭരണത്തിലേക്ക് പോകുന്നു എന്ന പ്രചരണ പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ വസ്തുതാപരമായ കാര്യങ്ങൾ പരിശോധിച്ചാൽ ഈ പ്രചരണത്തിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. SIR മുമ്പ് 2.84 കോടി വോട്ടർമാരാണ് പട്ടികയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പട്ടികയിലെ തീവ്ര പരിഷ്കരണത്തിന് ശേഷം 2.17 കോടി വോട്ടർമാരായാണ് അത് ചുരുങ്ങിയത്. അവരിൽ 78.27% വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ കണക്ക് പുറത്ത് വിട്ടിരിക്കുകയാണ്. 2020-21 94 മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ എണ്ണം SIR ശേഷം കുറയുകയാണ് ഉണ്ടായത്. അതായത് 2021 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 94 മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ എണ്ണം തീവ്ര പരിഷ്കരണത്തിന് ശേഷം കുറഞ്ഞു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ നടത്തും 94 മണ്ഡലങ്ങളിലും ഏറ്റവും കൂടുതൽ കുറഞ്ഞത്, അത് വലിയ നമ്പറാണ്, 47,647 വോട്ടർമാരുടെ കുറവുണ്ടായത് തിരുവനന്തപുരം മണ്ഡലത്തിലാണ് എന്ന് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ വന്ന് വോട്ട് ചെയ്യാൻ പറ്റുന്ന വോട്ടർമാർ ഏറ്റവും അവസാനം പുതുക്കിയ വോട്ടർ പട്ടികയിൽ ആ വോട്ടർ പട്ടിക നിലവിൽ വന്നിട്ടും 71 മണ്ഡലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ 21-നേക്കാൾ പോളിംഗ് കുറയുകയാണ് ചെയ്തത്. രണ്ടായിരത്തി 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ 2.09 കോടി വോട്ടർമാരാണ് വോട്ട് ചെയ്തതെങ്കിൽ ഇപ്പോഴത് 2.08% കുറഞ്ഞു. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ വോട്ടിന്റെ എണ്ണം കുറയുകയാണ് ഉണ്ടായത്. അസാധാരണമായ വോട്ട് വർധനവുണ്ടായി എന്ന പ്രചരണം തികച്ചും അടിസ്ഥാനരഹിതമായ ഒന്നാണ് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്.